ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ എവിടേക്കുള്ള യാത്രയാണെന്നറിയാമോ? ഇന്നത്തെ ഈ യാത്ര വളരെ പ്രത്യേകത നിറഞ്ഞതാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ, ഞങ്ങളിപ്പോൾ 4 പേരുണ്ട്, 4 പേരും കൂടെ ഇപ്പോൾ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഉപ്പച്ചിയും ഉമ്മച്ചിയും വരുന്നുണ്ട്. അപ്പോൾ അവരെ സന്തോഷമായി സ്വീകരിക്കാനായിട്ടുള്ള പോക്കാണിത്. എന്താ ഞാനിതിന് പറയുക, നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മൾ താമസിക്കുക, അതായത് ഈ ഗൾഫിലേക്കൊക്കെ വരിക, അത് നമ്മൾ മൂലമൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക സുഖമാണല്ലേ. അവരെ കാണുക, അവരെ ഇവിടെ കൊണ്ടുവന്ന് എല്ലാ സ്ഥലവും കാണിക്കുക, അതുപോലെ നമ്മൾ കാണുക ഇവിടെ വന്ന്, ഇതെല്ലാം നമ്മളിൽ പലരും ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളാണല്ലേ. ഞങ്ങൾ എയർപോർട്ടിലെത്തി കേട്ടോ. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം എയർപോർട്ടിലേക്ക് പോവുകയാണ്, അകത്തേക്ക് നടന്നു പോവുകയാണ്. ഇതിൻ്റെ മേളിലാണ് അറൈവൽ സ്ഥലം എന്ന് പറയുന്നത്. അവിടേക്കാണ് ഞങ്ങൾ. വളരെ ഹാപ്പി ആയിട്ടാണ്, വളരെ സന്തോഷമാണ്. ഒരു പ്രത്യേക ഇതിലാണ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത്. കണ്ടില്ലേ, ഇതാ അവരെ സ്വീകരിക്കാനായിട്ട് ചെന്നാണ്. ഉപ്പച്ചി അതുപോലെ ഉമ്മച്ചി എല്ലാവരും ഉണ്ട്. ഉപ്പച്ചിക്ക് ഇത് വീൽ ചെയറൊക്കെ അറേഞ്ച് ചെയ്താണ് ഞങ്ങൾ എല്ലാം റെഡിയാക്കിയത്. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനി ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇനി ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിരുന്നത് വണ്ടി എടുത്ത് അവിടെ കൊണ്ടുപോയി ഉപ്പച്ചിയും ഉമ്മച്ചിയും കയറ്റിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. നോക്ക്, എന്തൊരു സന്തോഷകരമായ സമയമാണെന്ന് നോക്കിക്കേ. നമ്മളുടെ കൂടെ നമ്മുടെ മാതാപിതാക്കളും. ചിലപ്പോഴൊക്കെ തൊണ്ടയിടറിപ്പോവും, കാരണം ഇത്രയും കാലം നമ്മളെ വളർത്തിയ മാതാപിതാക്കൾ, അവരെയൊക്കെ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹവും ഭാഗ്യവും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ കയറ്റി വെച്ചു, എല്ലാവരും കയറ്റി വണ്ടിയിലിരുന്നു. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ലിഫ്റ്റിൽ കയറി ഇപ്പം ഞങ്ങൾ റൂമിലെത്തി. അങ്ങനെ തിങ്സ് എല്ലാം വെച്ചു. ഉപ്പച്ചിക്ക് ഞങ്ങൾ വടിയൊക്കെ കൈമാറി. ഇനി അത് കുത്തി നടന്നോളും. പിന്നീട് ഉമ്മച്ചിയും റെസ്റ്റ് എടുക്കാനായിട്ടിരുന്നാണ്. ഇനിയാണ് പ്രധാന കലാപരിപാടിയിലേക്ക് നീങ്ങുന്നത്. അതെന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലഗേജ് പൊട്ടിച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. നോക്കിക്കേ, ലോക്കൊക്കെ അഴിച്ച് സംഭവങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ പുറത്തെടുക്കും. ഞങ്ങൾക്കുള്ളത് എന്തൊക്കെയാണെന്നൊന്ന് കാണാനൊരു ആകാംക്ഷ. 2 കവർ ഉപ്പേരി, മിക്സ്ചർ, അലുവ. അതെന്താ, ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്താണെന്ന് അറിയില്ല കേട്ടോ. നോക്കട്ടെ. നിങ്ങൾ കണ്ടോ ഇത്? നോക്കിക്കേ, ഇതാണ് കോവയ്ക്ക. നാട്ടിൽ നിന്ന് വന്ന കോവയ്ക്ക, ഫ്ലൈറ്റിൽ കയറി വന്ന കോവയ്ക്കാണിത്. കണ്ടോ? ഇനി അടുത്തൊരു സ്പെഷ്യൽ ഉണ്ട്. അത് പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫ് പത്തിരി ഉണ്ടാക്കി, അതിൽ ബീഫൊക്കെ വറുത്ത് നല്ല ഫ്രൈ ആയിട്ടിട്ട് സൂപ്പർ പത്തിരി. പിന്നീട് ഉള്ളതെല്ലാം കുറച്ച് ഡ്രസ്സസും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ പറിച്ചെടുത്തു. ഇപ്പോൾ ഇനിയും നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഒരു മഹാത്ഭുതം. ഞങ്ങളുടെ ക്രീമുകളും മെഡിസിൻസ് പറഞ്ഞാൽ omega-3 അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം വന്നിരിക്കുകയാണ്. അതിലുപരി ഇനി ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, അതിപ്പോൾ എടുക്കും. പ്രോട്ടീൻ പൗഡർ. ഈ പൗഡർ പുറകിലിരിക്കുന്ന ആൾക്ക് കഴിക്കാനുള്ളതാണ്. പ്രോട്ടീൻ കഴിക്കൂ. പിന്നീട് ഞങ്ങളുടെ മെഡിസിൻസും കാര്യങ്ങളും omega-3 ക്രീംസ്, സൺസ്ക്രീന്, മോയ്സ്ചറൈസിങ് ക്രീംസ്, അതുപോലെ റെറ്റിനോൾ, ഇതെല്ലാം നാട്ടിലെ പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യുന്നത്. സോ അതെല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നു ഫ്ലിപ്കാർട്ടിൽ. സോ അതിൽ നിന്ന് വന്നതാണ് ഇതെല്ലാം കേട്ടോ. ഇനി അടുത്ത പെട്ടി പൊട്ടിക്കുകയാണ്. ഇതിലും ഏറെക്കുറെ തുണികളാണ്, അവർക്ക് യൂസ് ചെയ്യാനുള്ള തുണികൾ. അതുപോലെ തന്നെ എൻ്റേതെന്ന് പറയുന്നുണ്ട് അവിടെ ഇരുന്ന്. അവൾ കുറേ തുണി ഞങ്ങൾ അറിയാതെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം വന്നിട്ടുണ്ട്. പിന്നീട് ഇനിയുള്ളത് കുറച്ച് മെഡിസിൻസ്. ഉപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും ആവശ്യത്തിനുള്ള മരുന്നുകളൊക്കെ കൊണ്ടുവരണമല്ലോ. അപ്പോൾ ആ മരുന്നുകളെല്ലാം ഞങ്ങൾ സ്റ്റോക്ക് ചെയ്തൊരിടത്ത് മാറ്റി വെച്ചു. പിന്നീടുള്ളത് വരുന്നു. ഇതെൻ്റെയാണ്, എനിക്ക് ഓർഡർ ചെയ്ത ഡ്രസ്സാണിത്. നല്ല സൂപ്പർ അജ്രക്കിൻ്റെ കുർത്തി. അങ്ങനെ ഓരോ സാധനങ്ങളും എനിക്ക് കിട്ടിയതും കൊണ്ട് ഞാനപ്പോൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നോക്കിക്കേ, ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത്. ഈ പ്രോഡക്റ്റ്സൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിലൊരു പുതിയ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ റിവ്യൂ ഞാൻ പറയാം കേട്ടോ. അപ്പം നമുക്ക്